എവ്രിവൺ, ഇന്നൊരു വറുത്തരച്ച കോളിഫ്ലവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ പലതരത്തിൽ കോളിഫ്ലവർ കറി വെച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇന്ന് ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. ഇനി ഒരു ചട്ടിയിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. തക്കാളി, കിഴങ്ങ്, പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കഷ്ണങ്ങളിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ പെരുംജീരകം, 2 ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ കുറച്ച് കരിവേപ്പിലയും. പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോഴിക്കറിയുടെ വറവ് തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ വറവും തയ്യാറാക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചെറു ചൂടിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വേവിക്കാൻ വച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശമൊക്കെ ഒന്ന് പാകമായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കറി നമ്മുടെ സെർവിങ് ബോളിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്കുള്ള വറവ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇത്തിരി കടുകും വറ്റൽമുളകും താളിച്ചത് കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വറുത്തരച്ച കോളിഫ്ലവറിൻ്റെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കോഴിക്കറി വറുത്തരച്ച അതേ സ്മെല്ലാണ് ഇത് തയ്യാറാക്കിയപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.